രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ കൈരള ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇന്ത്യയുടെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലിരുന്ന മൻമോഹൻ സിംഗിന്റെ നിര്യാണമെന്ന് പറയുന്നത് നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ സാമ്പത്തിക നയത്തിലടക്കം വളരെ വലിയ തരത്തിലുള്ളൊരു കാര്യം ഒരു പദം വഹിച്ച വ്യക്തി കൂടിയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു നിര്യാണത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഞങ്ങള് കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരും ഇപ്പോൾ കർണാടകത്തിലെ ബെൽഗാമിലാണ് ഉള്ളത്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് പ്രസിഡന്റ് ഒരു സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ഞങ്ങളുടെ കാതുകളിലേക്ക് ഓടിയെത്തിയത്. അപ്പൊ തന്നെ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞ് ഡൽഹിയിലോട്ട് എത്താനുള്ള ആലോചനയിലായി. കോൺഗ്രസിന്റെ സമ്മേളനം നിർത്തിവെച്ചു. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായി 100 വർഷം പൂർത്തിയാക്കി. അദ്ദേഹം പ്രസിഡന്റ് ആയ സ്ഥലത്ത് തന്നെയാണ് വർക്കിംഗ് കമ്മിറ്റി യോഗം നടന്നത്. ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശ്രീ മല്ലികാർജുന ഖാർഗെയും കെ.സി. വേണുഗോപാലും ഒക്കെ ഡൽഹിക്ക് തിരിച്ചു. ഞങ്ങൾ നാളെ രാവിലെ ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഇവിടുന്ന് ഡൽഹിക്ക് പോവുകയാണ്. ശ്രീ മൻമോഹൻ സിംഗ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്കാണ്. 1991 മുതൽ 5 വർഷക്കാലം നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോഴാണ് ആഗോളതലത്തിൽ രാജ്യങ്ങൾ വികസിച്ചുകൊണ്ടിരുന്ന ആ കാലയളവിൽ ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും അതുപോലെ തന്നെ മേഖലയിൽ നിന്ന് ഇന്ത്യക്ക് ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കാനാവില്ലെന്ന് കണ്ടുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഒരു പരിഷ്കരണം ഇന്ത്യയിൽ മറ്റു ലോകരാഷ്ട്രങ്ങളോടൊപ്പം കൊണ്ടുവരാൻ അദ്ദേഹമാണ് മുൻകൈ എടുത്തത്. അതിന് കോട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ട്. പക്ഷേ സധൈര്യം അദ്ദേഹം എടുത്ത തീരുമാനമാണ് സാമ്പത്തിക നേർച്ചുഴിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ കരകയറ്റിയത്. പിന്നീട് 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി 5 വർഷക്കാലവും അതിനുശേഷം അവർ പിരിഞ്ഞു പോയതിനു ശേഷം 5 വർഷക്കാലവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. സാമ്പത്തിക രംഗത്ത് സുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം നമുക്കറിയാം റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു. അതുപോലെ തന്നെ നിരവധി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ നിര്യാണം നമ്മുടെ രാജ്യത്തിനൊരു തീരാ നഷ്ടമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പോലുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ നമ്മുടെ രാജ്യത്തിന് നൽകിയ സേവനങ്ങൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നു. നാളെ രാവിലെ ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോ അതിനായി ഞാൻ കാത്തിരിക്കുന്നു. ശരി, രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയാണ് പ്രതികരിച്ചത്. നന്ദി.